ഇപ്പോൾ നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷം മറുപടി പ്രസംഗം. മേ ഐ ഹംബ്ലി ഇൻവൈറ്റ് അവർ ബിലവഡ് ഫൗണ്ടർ ഡോക്ടർ ജി വിജയകുമാർ ടു അഡ്രസ് ദ ഗാദറിംഗ്. സർ. ബഹുമാന്യരായ വേദിയിലുള്ള വ്യക്തിത്വങ്ങളെ, പ്രത്യേകിച്ചും ശ്രീ കുട്ടൂർ രാധാകൃഷ്ണൻ, ശ്രീ സാജൻ സൂര്യ, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഡോക്ടർ കുര്യൻ ഉമ്മൻ, ഡോക്ടർ ജോർജ് ജോൺ, ഡോക്ടർ രഞ്ജൻ, ഡോക്ടർ ജേക്കബ്, കൃഷ്ണൻ ചേട്ടൻ ഇട്ടിട്ടുണ്ട്, പിന്നെ കൊച്ചമ്മ വന്നിട്ടുണ്ട്. ആ സാന്നിധ്യം വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. ആദ്യമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, ഇന്നത്തെ ഈ മീറ്റിംഗ് ഞാൻ സംഘടിപ്പിച്ചതല്ല. എനിക്ക് ഒരു റോളും അതിനകത്തില്ലെന്ന് തന്നെയല്ല, ആരൊക്കെയാണ് വരുന്നതെന്നും എന്താണ് ചടങ്ങുകളെന്നും ഇന്നലെ രാത്രി വരെ എനിക്കറിയാൻ പാടില്ലായിരുന്നു. സാജൻ സൂര്യ വിളിച്ച കാര്യമാണ് ഇന്നലെ വൈകിട്ട്. സാജൻ സൂര്യ ചിലപ്പോൾ വരുമായിരിക്കും എന്ന് ഇന്നലെ വൈകിട്ട് പറഞ്ഞു. പിന്നെ കുറ്റകൃഷ്ണ സാറിൻ്റെ കാര്യം, അവർ രണ്ടുപേരുടെ കാര്യം ഇന്നലെ, ഡോക്ടർ കുര്യൻ്റെ കാര്യം ഇന്നലെയും പറഞ്ഞില്ല. അപ്പം ഇതിൻ്റെ ആരെയും ഞാനായിട്ട് ഇൻവൈറ്റ് ചെയ്തതല്ല, എന്നൊരു വളരെ സർപ്രൈസിങ് ആയിട്ടാണ് ഇന്ന് കണ്ടത്. അതുകൊണ്ട് തന്നെ പിന്നെ പ്രസംഗിച്ച് എനിക്ക് പരിചയമില്ലെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. പ്രസംഗിച്ച് ഇറങ്ങി കഴിയുമ്പോൾ പലതും അത് പറഞ്ഞില്ലല്ലോ ഇത് പറഞ്ഞില്ലല്ലോ എന്ന് എപ്പോഴും ഞാൻ റിഗ്രറ്റ് ചെയ്യാറുണ്ട്. ഏത് പ്രസംഗം കഴിയുമ്പോഴും ഒരു 3-4 പോയിൻറ്റുകൾ പറയാമായിരുന്നു, പക്ഷെ പിന്നെ ഒരു അവസരം കിട്ടാത്തതുകൊണ്ട് ഇപ്പം പറയാത്ത കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ളതാണ്. അതും എപ്പോഴെങ്കിലും പിന്നെ പറയാം എന്നേ പറയാനൊക്കെ ഉള്ളൂ. ഇന്നെൻ്റെ അധ്യക്ഷനായിട്ടുള്ളത് എൻ്റെ ദിലീപനായത് നന്നായി. കാരണം ഞാൻ ആദ്യം പറയേണ്ട ചില കാര്യങ്ങൾ ദിലീപൻ പറഞ്ഞത് നന്നായി, ബാബ പറഞ്ഞത് നന്നായി. ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് പിന്നെ മുമ്പോട്ട് നീങ്ങാനൊക്കാതാവും ആ സ്മരണകൾ വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞത് തീർച്ചയായിട്ടും അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. അതെനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ പ്രസംഗം മുമ്പോട്ട് നീട്ടിക്കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആശുപത്രി തുടങ്ങുന്നതിൻ്റെ ശരിക്കും എന്നെ ആ സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ചും അച്ഛൻ്റെയും മൃതജനപ്പൻ്റെയും ഒക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു. ആ സമയത്തുണ്ടായിരുന്ന ഒരുപാട് മനസ്സുകൾ, മുഖങ്ങൾ എൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. ആദ്യം തുടങ്ങുമ്പോൾ രാജൻ, അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ജൂനിയർ ഡോക്ടറായിട്ടുണ്ടായിരുന്ന ഡോക്ടേഴ്സ് ധാരാളം പേര്, അങ്ങനെ ഓരോരുത്തരുടെയും ഞാൻ ഇപ്പം ഓർക്കുന്നു. അതിന് ഓരോരുത്തരുടെയും പേര് ഞാൻ ആരുടെയും അതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ നേരത്തെ പലരും പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ ഒരു നാട്ടിൻപുറത്ത് ഇങ്ങനെ ഒരു ധൈര്യപ്പെട്ട് ഈ ഹോസ്പിറ്റൽ തുടങ്ങി എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെയും ഒരാഗ്രഹമായിരുന്നു, നാട്ടിലൊരു ഹോസ്പിറ്റൽ തുടങ്ങണം എന്നുള്ളത്. കാരണം ജനിച്ച മുതൽ അമ്മയുടെ അസുഖമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അമ്മയ്ക്ക് നിങ്ങൾക്ക് പലർക്കും അറിയാം, TBയുടെ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിക്കുന്നത്. അപ്പോൾ ആ രോഗവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും, പിന്നെ ഞാൻ ഈ പറഞ്ഞ ആരോഗ്യ നികേതനം എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വായിക്കുന്നത്, താരാശങ്കർ ബാനർജിയുടെ പുസ്തകം. അത് എനിക്ക് ഒരു സ്പാർക്ക് ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അതിനെക്കുറിച്ചൊരു ലേഖനം എഴുതി, അത് ഒരു വായിച്ച പുസ്തകത്തെക്കുറിച്ചൊരു അപ്രീസിയേഷൻ എഴുതി കൊടുക്കുന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിന് സ്കൂളിൽ കൊടുത്ത് ഏറ്റവും നല്ല അപ്രീസിയേഷനായിട്ടൊരു അവാർഡ് കിട്ടി. അതുപോലെ അപ്പോൾ ആരോഗ്യ നികേതനം മനസ്സിലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ട് എന്തോരു ഈ പറഞ്ഞ പോലെ അന്നത്തെ പിന്നെ പ്രീഡിഗ്രിയൊക്കെ കഴിഞ്ഞ് മെഡിസിൻ അഡ്മിഷൻ കിട്ടും എന്നുള്ളൊരു മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ ആ ഒരു കാലത്തിലെ 1970s ഞങ്ങളുടെ ഒരു കാലമുണ്ട്, ഒരു വളരെ റൊമാൻറ്റിക് കാഴ്ചപ്പാടുകളുള്ളൊരു കാലമായിരുന്നു അന്നത്തെ ആ ഒരു തലമുറ. പ്രത്യേകിച്ചും ഡോക്ടർ കുര്യനൊക്കെ അറിയാം, ബാക്കിയാരും പറയുന്നില്ല, കുര്യനും ദിലീപനൊക്കെ അറിയാം. ഞങ്ങളുടെ ആ തലമുറയിൽ കുട്ടൂർ രാധാകൃഷ്ണൻ അറിയാം. ഞങ്ങളുടെ ആ ഒരു തലമുറയിലെ ആ ഒരു കാലത്ത് ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു കാലമാണ് 1970s. കൃഷ്ണചേട്ടനും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാലത്താണ് നമ്മൾ പ്രീഡിഗ്രിയൊക്കെ കഴിഞ്ഞ് BSc ചേർന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ അത് പാസ്സായി ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ നാട്ടിൻപുറത്ത് പോയി ഹോസ്പിറ്റലിൽ ഇടണം എന്നുള്ളതായിരുന്നു ഒരു സങ്കല്പം. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. സുഗതൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ഞങ്ങളെല്ലാവരും കൂടെ ശരിക്കും പറഞ്ഞാൽ എവിടെ തുടങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് അന്ന് ആലോചിച്ചപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി തുടങ്ങിയല്ലോ എന്നൊക്കെ പറഞ്ഞ് കോഴിക്കോട് പോയി ഒരു ഹോസ്പിറ്റൽ തുടങ്ങി. അതിനകത്ത് ഞാനിവിടെ കൂടിയതേ ഉള്ളൂ, പക്ഷേ അവരൊക്കെയാണ് തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് തുടങ്ങുക എന്നുള്ളതിനെക്കുറിച്ച് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സത്യത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടുക എന്നുള്ളതല്ല, ബുദ്ധിമുട്ടിയിട്ടെന്ന് പറയാൻ വയ്യ. കാരണം പട്ടിണി കിടക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അച്ഛൻ്റെ ഒരു ശമ്പളം അന്നത്തെ അറിയാം, ഒരു ഹൈസ്കൂൾ ഒരു UP സ്കൂൾ ഹെഡ് മാസ്റ്റർ കിട്ടുന്നൊരു ശമ്പളം അന്ന് 450 രൂപ 500 രൂപയൊക്കെയാണ്. ആ 500 രൂപയിലാണ് ഞങ്ങൾ 6-7 പേരുള്ള ഞങ്ങളുടെ ഫാമിലി കഴിഞ്ഞത്. പിന്നെ കുറച്ച് കൃഷി ഇടത്തിൽ നിന്നിട്ട് നെല്ലുമൊക്കെ ആയിട്ടാണ്. അപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ സാമ്പത്തികമായിട്ട്
ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് പലരും എൻ്റെ ക്ലാസ്മേറ്റ്സ് ഉൾപ്പെടെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ MBBS കാലത്ത് പോലും ഒരു സമ്പന്ന അത് വെച്ചാൽ ജന്മി കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളതല്ലാതെ സാമ്പത്തികമായിട്ട് പക്ഷേ ബുദ്ധിമുട്ടിയ കാലം ഉണ്ടായിരുന്നു. കാരണം ഹോസ്റ്റലിലൊക്കെ മെസ്സ് ബില്ലടയ്ക്കാൻ ബുദ്ധിമുട്ടിയ കാലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പാസ്സായി ഇറങ്ങിയപ്പോൾ അപ്പോൾ സ്വന്തമായിട്ട് തുടങ്ങുക എന്നുള്ളതിനെക്കുറിച്ചൊരു ചിത്രമൊന്നുമില്ല. അപ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ മുത്തുജനപ്പനും കൂടെ എൻ്റെ ചിറ്റപ്പനും കൂടെ വന്നത്. അപ്പോൾ അച്ഛനും എൻ്റെ ആഗ്രഹം അപ്പോൾ തുടങ്ങണം എന്ന് MD കഴിഞ്ഞ് MBBS കഴിഞ്ഞ് 78 കഴിഞ്ഞെങ്കിലും MD കഴിഞ്ഞ് 85 അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ആലോചന വന്നു. അതിനിടയ്ക്ക് പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് പിന്നെ സ്വന്തമായിട്ട് തുടങ്ങാം എന്നൊരു നിർദ്ദേശം വന്നു. വളരെ ചുരുങ്ങിയ നിലയിൽ ആണ് ഹോസ്പിറ്റൽ തുടങ്ങി. ആ കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയേണ്ട കാര്യമില്ല, നിങ്ങളൊക്കെ എൻ്റെ ഭാഗമാണ്. പക്ഷെ അതിനുശേഷം ആ ഒരു സ്വപ്നം അത് മുമ്പോട്ട് എങ്ങനെ വിജയിച്ചു, അല്ലെങ്കിൽ പലരും എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള ഡോക്ടേഴ്സായാലും പലരും എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങുന്നതൊരു ബുദ്ധിയാണോ എന്നാലോചിക്കണം, ഒരു പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് പിന്നീട് ആലോചിക്കുമ്പോൾ ഒരു ഭാഗ്യം കൊണ്ട് എന്ന് പറയാൻ വയ്യ. ശരിക്കും ഞാൻ പിന്നീട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ 24 മണിക്കൂറും അധ്വാനിക്കുന്ന ഒരു രീതിയിലായിരുന്നു ആദ്യം പോലെ തന്നെ. എനിക്കൊരിക്കലും ഒരു ക്ഷീണം വന്നിട്ട് ഈ ഒരു പേഷ്യൻസിനെ കണ്ടിപ്പോൾ 100 പേഷ്യൻസിനെ കണ്ടില്ല 150 പേഷ്യൻസിനെ കണ്ട ദിവസങ്ങൾ പോലും ഉണ്ട്. മാനസികമായിട്ടുള്ളൊരു ക്ഷീണം, അല്ലെങ്കിൽ ഇനിയും പേഷ്യനെ കാണണ്ട എന്ന് ഇന്ന് പോലും. പക്ഷേ ഇപ്പോൾ കുറച്ച് ഫിസിക്കൽ വീക്ക്നെസ് വന്നിട്ടുണ്ട്. ഫിസിക്കലായിട്ടുള്ള ക്ഷീണം കുറേ പേരെ ആകുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ശാരീരികമായ ക്ഷീണം അനുഭവപ്പെടും. പക്ഷേ മാനസികമായിട്ട് അടുത്തൊരു പേഷ്യനെ കാണുന്നതിന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല. ആ തോന്നുന്ന സമയത്തായിരിക്കും നമ്മൾ പ്രാക്ടീസ് അവസാനിപ്പിക്കാൻ തോന്നുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഫെയ്ഡ് അവേ എന്ന് പറഞ്ഞ പോലെ അതിങ്ങനെ ഫെയ്ഡ് ചെയ്യുന്നു പോകുന്നവരെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ മെഡിക്കൽ പ്രൊഫഷൻ്റെ ഒരു ബ്യൂട്ടിയും അതാണ്. നമുക്ക് റിട്ടയർമെൻ്റ് ഇല്ല, നമുക്ക് ബുദ്ധിയും ആരോഗ്യം അത്യാവശ്യം ഉള്ളപ്പോൾ ഉള്ളത് വരെ ചികിത്സിക്കാൻ ഈ പിന്നെ പ്രൊഫഷനായിട്ട് മുമ്പോട്ട് പോകാനും പറ്റും. ആ നിലയിലൊരു ഭാഗ്യമാണ് ഈ ഒരു പ്രൊഫഷൻ. എൻ്റെ 50 വർഷം ഇപ്പം പ്രാക്ടീസ് തുടങ്ങിയിട്ട് 50 വർഷമായോ, 78 തുടങ്ങിയതാണ് MBBS കഴിഞ്ഞിട്ട് 50 വർഷത്തോളം ആകുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇപ്പം എൻ്റെ ഇപ്പോൾ സക്സസ് ആയി ഈ ഒരു കാര്യങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രം എന്ന് പറഞ്ഞൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അതും ഇതിൻ്റെ കൂട്ടത്തിൽ ദിലീപൻ്റെ ആദ്യം പറഞ്ഞ പോലെ ഒരു ഭ്രാന്തമായ ഐഡിയാസാണ് പലതും ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഭ്രാന്തിന് കൂട്ടു നിൽക്കാനായിട്ട് ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നുകൊണ്ടാണ്, പ്രത്യേകിച്ചും ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലം എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് മുമ്പോട്ട് പോകാനുള്ള ഒരു കാരണമായത്. പക്ഷേ 1-2 കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ടെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്. 1-2 കാര്യങ്ങൾ എനിക്കറിയാം. കാരണം ഒരു പേഷ്യൻറ്റിനെ പോലും എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്, സാധാരണ ഈ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ആക്രമണങ്ങളും ഒക്കെ അറിയാം. ഈ ഡോക്ടർമാർ ഈ കേസുകളൊക്കെ വന്നതിന് ശേഷം പേഷ്യൻറ്റിനെ പേടിക്കണം, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ എപ്പോഴും വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ എന്ന് ഞങ്ങളുടെ സംഘടന പോലും പലപ്പോഴും പറയാറുണ്ട്. അതിനെക്കുറിച്ച് എങ്ങനെ പ്രതിരോധിക്കണം, ഈവൻ പ്രതിരോധ സേന ഹോസ്പിറ്റലുകളിൽ വേണം എന്നുവരെ. പക്ഷേ എനിക്ക് ഇന്ന് വരെ അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ള ആശ്രയത്തോട് താല്പര്യം തോന്നിയിട്ടില്ല, ആവശ്യകത ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല. അടുത്ത നിമിഷം എനിക്കറിയാൻ വയ്യ, പക്ഷേ ഈ 40 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അങ്ങനെയുള്ളൊരു ആവശ്യകത തോന്നിയിട്ടില്ല. കാരണം രോഗികളെന്നും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ രോഗികളാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഉദ്ദേശിച്ച പല രംഗങ്ങളിൽ നിന്നും എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഗവൺമെൻറ് മിഷണറി ആയാലും അല്ലാതുള്ള സംഘടനകളിൽ നിന്നായാലും പലതിൽ നിന്നും എനിക്ക് വേണ്ടത്ര ഒരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് അത്. പക്ഷേ ഈ രോഗികളും എൻ്റെ ജീവനക്കാരും എൻ്റെ ഫാമിലി, അതിൽ നിന്നുള്ള സപ്പോർട്ടാണ് പൂർണ്ണമായിട്ടും എനിക്കുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞല്ലേ എൻ്റെ പേഷ്യൻസാണ്. കാരണം അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ. കാരണം അത് മേ ബി ഞാൻ അവരോട് പെരുമാറുന്നത് പോലെ അവരെക്കുറിച്ച് എൻ്റെ മനസ്സിലുള്ളൊരു ധാരണയോ അവരിൽ നിന്നെങ്ങനോ അവർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം. കാരണം പലപ്പോഴും വത്സലേനെ കുറിച്ച് പറയാറുള്ള, എപ്പോഴും സംസാരിക്കുന്നില്ല പേഷ്യൻറ്റിനോട്. പലരും വത്സലയുടെ ഇന്ന് കംപ്ലയിൻറ്റ് പറയാറുണ്ട്. ഡോക്ടർ എന്തെങ്കിലും അത്യാവശ്യം ചോദിച്ചു കഴിഞ്ഞ് മരുന്നെഴുതി കൈ ഇങ്ങനെ കാണിക്കുക എഴുന്നേറ്റ് പോകാൻ എന്ന് പറയും എന്നുള്ളത്. പക്ഷേ കൂടുതൽ സംസാരിക്കാറില്ലായിരുന്നു എൻ്റെ പേഷ്യൻസിനോട്. അത്യാവശ്യം കാര്യങ്ങളായിട്ട് ഈ നമ്മുടെ ഡയഗ്നോസിന് വേണ്ടിയുള്ള കാര്യങ്ങളല്ലാതെ പൊതുവായിട്ടുള്ള ഒരുപാട് സാന്ത്വനപ്പെടുത്തലുകളോ ഒന്നും എൻ്റെ രീതിയല്ല. പക്ഷേ അത് ഞാൻ എന്തുദ്ദേശിക്കുന്നു എന്നുള്ളത്
അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഒരിക്കൽ പോലും ഡോക്ടർ ജോർജ് ജോണൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കൽ പോലും ഒരു പ്രശ്നം ഉണ്ടാകുന്നൊരു സംഭവം നമുക്ക് ഉണ്ടായിട്ടില്ല. ഒരു പേഷ്യൻറ്റിൽ നിന്ന് പോലും ഈവൻ അൺഎക്സ്പെക്റ്റഡ് ഡെത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എല്ലാ ഹോസ്പിറ്റലിലും ഉള്ളതാണ്. പ്രത്യേകിച്ചും പണ്ടൊക്കെ കാലത്ത് ഈ മൈക്കാർഡിയൽ ഇൻഫാക്ഷനൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും അത് ഡോക്ടറുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റി അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരിക്കൽ പോലും ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യം എന്നുള്ളതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കെയർ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചാരിതാർത്ഥ്യത്തോടുകൂടി ഇത് ഓർത്തെടുക്കാൻ പറ്റും. ഒരു കാര്യം അതാണ്. രണ്ടാമത്, ഒരു പേഷ്യൻറ്റിനെ പോലും ഒരു ഇൻവെസ്റ്റിഗേഷൻ അനാവശ്യമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കൊളസ്ട്രോളിൻ്റെ കിറ്റ് വാങ്ങിച്ച് തീരാറായി, എക്സ്പയറി ആവാറായി, ഇനി വരുന്നവർക്കെല്ലാം എന്നാൽ കൊളസ്ട്രോളിനെ നോക്കിക്കളയാം എന്ന് വിചാരിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലും ഇന്നേ വരെ ഞാൻ എഴുതിയിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം, ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ആവശ്യമുള്ള ഈവൻ ഈ ബ്ലഡ് അനലൈസർ വന്നതിന് ശേഷം ആ TC DC ഹീമോഗ്ലോബിൻ എല്ലാം മറ്റേ ഹീമോഗ്ലോബിൻ നോക്കണമെങ്കിൽ ഹീമോഗ്ലോബിൻ മാത്രമാണ് നോക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ചാർജ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ടോട്ടൽ കൗണ്ട് നോക്കണമെങ്കിൽ ടോട്ടൽ കൗണ്ട് എന്ന് മാത്രം എടുക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലും ഒരു അനാവശ്യമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അതുകൂടെ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ചെയ്തിട്ടില്ല. പിന്നെ ഈ സ്കാനിങ്ങിൻ്റെ ആണെങ്കിൽ തന്നെയും സ്കാൻ മെഷീൻ നമുക്കുണ്ടെങ്കിൽ പോലും ആവശ്യമുള്ളതിന് ചെയ്യുക എന്നുള്ളതല്ലാതെ എങ്ങനെ പേഷ്യൻ്റ് ഇൻവെസ്റ്റിഗേഷൻ എഴുതുന്നത് കുറയ്ക്കാം എന്നുള്ളതല്ലാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൂടുതൽ എഴുതി അല്ലെങ്കിൽ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ തോന്നിയിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിൽ കൈവച്ച് തന്നെ പറയാൻ പറ്റും. അത് മേ ബി ദാറ്റ് മൈറ്റ് ഹാവ് ഗോൺ ടു ദ പേഷ്യൻസ് ഓൾസോ. രോഗികൾക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എപ്പോഴെങ്കിലും. പിന്നെ മരുന്ന് എഴുതുന്ന കാര്യത്തിൽ ഞാൻ കുറേ കൺസർവേറ്റീവാണ്. സാജൻ പറഞ്ഞതുപോലെ തന്നെ ഈ മരുന്നുകളെക്കുറിച്ച്, പ്രഷർ ഡയബറ്റീസിനെ കുറിച്ചൊക്കെ തന്നെ മറ്റൊരു തലത്തിൽ ചിന്തിക്കുന്നുള്ളൂ. പ്രത്യേകിച്ചും കേരളത്തിലെ ആയുർവേദ ചികിത്സയെക്കുറിച്ചൊക്കെ അതിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, ആയുർവേദത്തെക്കുറിച്ചായാലും യോഗയെക്കുറിച്ചായാലും ഒക്കെ തന്നെ. പിന്നെ രോഗചികിത്സയുടെ ആത്യന്തികമായിട്ട് ലക്ഷ്യം എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ഒരു തലത്തിൽ കൂടെ ചെറുപ്പത്തിൽ മുതലേ ഇപ്പം അച്ഛനിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളും അച്ഛനുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ അതിൽ നിന്ന് അങ്ങനെ കേട്ടിട്ടുള്ള ആ ഒരു ആധ്യാത്മിക വശവും കൂടെ മനസ്സിലുള്ളത് കൊണ്ടുകൂടെ ആയിരിക്കാം എല്ലാം ശരിയാക്കി തരാം, ഈ മരുന്നുകളെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കി തരാം എന്നുള്ളൊരു ചിന്ത ഒരിക്കലും എൻ്റെ ഉണ്ടായിട്ടില്ല. കാരണം വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരുപാട് പുരോഗതി ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ പരിമിതികൾ പൂർണ്ണമായിട്ടും നമ്മൾ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവർ ഉൾക്കൊള്ളണം. ആരോഗ്യദിനത്തിൻ്റെ ഒരു പ്രസക്തി അതാണ്. ആ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ചികിത്സിച്ചിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഈ 40 വർഷത്തെ എന്തെങ്കിലും അതിലെന്തൊരു സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എനിക്കുള്ളത്. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഈ എൻ്റെ ജീവനക്കാരെ ശരിക്കും പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ഈ പലരുടെയും എനിക്ക് ഇപ്പോൾ എൻ്റെ കൂടെ 2-3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നവരുടെ പോലും പേരെനിക്കറിയാൻ വയ്യാത്തതുണ്ട്. കാരണം അതൊരു ഡിപ്പാർട്ട്മെൻറ്റ് വേറെയാണ്, അവർ പുതുതായിട്ട് നിയമിക്കുന്നത്. ഞാൻ അറിയുന്നുണ്ട്, എൻ്റെ മുമ്പിൽ വന്ന് പരിചയപ്പെടുത്തും, അവരുടെ കാര്യങ്ങൾ നിയമിച്ചോട്ടെ എന്ന് പറയും. പക്ഷേ അത് നേരത്തെ പണ്ടുപോലെ എങ്ങനെയാണ് 4-5 വർഷം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊരു ആ സിസ്റ്ററാണല്ലോ സിസ്റ്റർ പേരെന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. രഞ്ജനൊക്കെ അറിയാതെ പറഞ്ഞാലെ അങ്ങനെ സുരേഷിനിൽ എനിക്കൊക്കെ കൂടുതലും അറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇല്ലെങ്കിൽ പോലും പക്ഷേ അവരുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിലൂടെ ആയിരിക്കും അത് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെന്നാൽ കഴിയാവും ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്നും അതും ഈ പറഞ്ഞ പോലെ ഒരു ഷോയ്ക്ക് വേണ്ടി അല്ല. കാരണം ഞാൻ കല്യാണങ്ങൾക്ക് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കല്യാണങ്ങൾക്ക് പോലും പോയിട്ടില്ല. രഞ്ജൻ്റെ കല്യാണത്തിന് വന്നെന്ന് തോന്നുന്നു. ബാക്കി സ്റ്റാഫിൻ്റെ ഒന്നും കല്യാണങ്ങൾക്ക് പോയിട്ടില്ല. പക്ഷേ അവർക്ക് വീട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു മരണം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും രീതിയിൽ സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ പോകാറുണ്ട്. പക്ഷേ ഈ സന്തോഷകരമായ സാഹചര്യങ്ങളിൽ പോകാറില്ല എന്നുള്ളതാണ്. അവരുടെ കല്യാണം അവരുടെ കല്യാണങ്ങൾക്കോ അവരുടെ അനിയത്തിമാരുടെയോ അല്ലെങ്കിൽ അവരുടെ മക്കളുടെയോ കല്യാണങ്ങൾക്ക് പോലും ആദ്യം പോലെ പോകാറില്ലായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരാളിന് ഇനിയും പോയാൽ ശരിയാവത്തില്ല, ഇതുവരെ ഞാൻ പോയിട്ടില്ലല്ലോ, അപ്പോൾ ഇനിയും പുതിയ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയും പോകാറില്ല. പക്ഷേ അതെല്ലാം അവർ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വന്നില്ലെങ്കിലും മനസ്സവിടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് ഉൾക്കൊണ്ടിട്ടുണ്ടാവണം. അതായിരിക്കണമല്ലോ ആ ഒരു അകൽച്ച തോന്നാത്തത്. അപ്പോൾ ആ ജീവനക്കാരുടെ സപ്പോർട്ട് എല്ലാ കാലത്തും ഇതുണ്ട്. പക്ഷേ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഞാൻ ഹോസ്പിറ്റൽ തുടങ്ങിയതിന് ശേഷം ഈ ഹോസ്പിറ്റൽ ഈ നിലയിലായാലും ഒരു പൈസ പോലും ഒരിക്കലും ലോൺ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് പലർക്കും അറിയാതെ ഒരു ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടില്ല. പലപ്പോഴും ബാങ്കുകാരൊക്കെ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഡെപ്പോസിറ്റിന് ലോൺ വേണോ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന് ലോൺ എടുത്തിട്ടില്ല. ഉടനെ കിട്ടുന്ന പൈസയുടെ ബാക്കി ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശമ്പളം കൊടുക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ വരുമ്പോൾ എല്ലാ മാസവും എല്ലാ വർഷവും ശമ്പളം കൂട്ടുന്നൊരു സമയം വരുമ്പോൾ ആ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് കൂട്ടണം എന്ന മാക്സിമം കൂട്ടി കൊടുക്കണം എന്ന് തോന്നും. എന്നാലും ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സെറ്റ് ബാക്ക് വന്നാലോ എന്ന് വിചാരിച്ച് ആദ്യം ഒന്ന് കുറച്ച് കൂട്ടി എഴുതിയിട്ട് പിന്നെ ശകലം കൂടെ കുറച്ച്, അങ്ങനെയാണ് പലപ്പോഴും എല്ലാ വർഷവും. ഇപ്പോൾ ഈ മാസം ഈ ആഴ്ച ഞാൻ ഒരു എക്സസൈസ് ഉണ്ട്. അത് പലപ്പോഴും ഞാൻ ആദ്യം എഴുതുന്നത് നന്നായിട്ട് കൂട്ടിയായിരിക്കും എഴുതുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് ആലോചിക്കുമ്പം അത്രയും കൂട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി 2 മാസം കഴിഞ്ഞൊരു സെറ്റ് ബാക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഇപ്പോൾ ചെറിയ ഹോസ്പിറ്റലല്ലല്ലോ, 100-150ഓളം സ്റ്റാഫുണ്ട്. പിന്നൊരു സമയത്ത് ഒരു ബുദ്ധിമുട്ട് ഞാനിക്കോ അല്ലെങ്കിൽ പിന്നീട് വരുന്നവർക്ക് കുറയ്ക്കാൻ പറ്റില്ലല്ലോ. സാലറി കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും. പക്ഷേ മറ്റുള്ള ഹോസ്പിറ്റലിനെ കൊടുക്കുന്നതിനെ മുകളിലുള്ളൊരു സാലറി കൊടുക്കാനായിട്ട് എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം മറ്റുള്ള ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതിനേക്കാളും വൻകിട ഹോസ്പിറ്റലിൽ എനിക്കറിയാൻ വയ്യ, കൊടുക്കുന്നതിനപ്പുറത്തുള്ളൊരു സാലറി എല്ലാവർക്കും എന്നും കൊടുക്കാനും അവരുടെ മറ്റു ആനുകൂല്യങ്ങൾ കൊടുക്കാനും PF ആയാലും ESIയുടെ ബെനിഫിറ്റ് ആയാലും എല്ലാം തന്നെ ബെനിഫിറ്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട് കഴിയുന്നിടത്തോളം. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് സഹായിക്കാനും സഹകരിക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഭാവിയിൽ ഇനിയും കുറച്ചുകൂടെ ഈ ജീവനക്കാരുടെ സൗഖ്യത്തിനായിട്ടുള്ള നമ്മളൊരു ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനിപ്പോൾ കുറച്ചുകൂടെ വിപുലമായിട്ട് തന്നെ കുറച്ചുകൂടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് തന്നെ. ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളവരും ഇവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് പിരിഞ്ഞു പോയിട്ടുള്ളവർക്ക് ഉൾപ്പെടെ പിരിഞ്ഞു പോയിട്ടുള്ളവരും നമ്മുടെ മനസ്സിൽ അതുപോലെ തന്നെ സജീവമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു എണ്ണത്തിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞ പ്രഖ്യാപനത്തെക്കുറിച്ചാണ് ഇനി അടുത്ത മാസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ചില രേഖകൾ ഉണ്ടാക്കണമെന്നുണ്ട്. കാരണം ജീവനക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനുള്ളൊരു ഫണ്ടോ അവരുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു മെക്കാനിസം ഉണ്ടാക്കണം എന്നുണ്ട്. കുറച്ചൊക്കെ ഒരു പരിധി വരെ ഉണ്ട്, എന്നാലും കുറച്ചുകൂടെ ഒഫീഷ്യലായിട്ട് ചെയ്യണമെന്നുണ്ട്. മൂന്നാമത്തെ കാര്യം പേഷ്യൻസിൻ്റെ കാര്യം അതുപോലെ തന്നെ ഈ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ഫുഡ് അൾസറാണ്. ഇവിടെ വരുന്ന പലരുടെയും ബുദ്ധിമുട്ടുകളും പിന്നെ പ്രശ്നങ്ങളും കാരണം 2-3 ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടായിരിക്കും പലപ്പോഴും ഇവിടെ വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഒരു 10 ദിവസമോ 15 ദിവസമോ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ എത്ര ഏറ്റവും കൂടിയ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ്, നമുക്കെല്ലാം അറിയാം. അപ്പോൾ എത്ര ചാർജ് കുറച്ചിട്ട് കഴിഞ്ഞാൽ തന്നെയും അവർക്ക് താങ്ങാനൊക്കുന്നതിനപ്പുറമാണ്. പിന്നെ ഒട്ടും ചാർജില്ലാതെ നമുക്ക് ചെയ്യാനും പറ്റില്ല. പക്ഷേ ഇതൊരു ബാലൻസ് ചെയ്യണം. ഈ തീർച്ചയായിട്ടും ഈ നിർദ്ധനായ ഒരാളിന് ഇവിടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൊണ്ട് ചികിത്സ നിഷേധിച്ച് വിടരുത്. പ്രത്യേകിച്ച് ഈ ഫുഡ് അൾസറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലായാലും വേണ്ട പോലുള്ളൊരു ശാസ്ത്രീയ അൻബൽ സാറ് എന്നെ ആദ്യം പറഞ്ഞത് എനിക്ക് വളരെ ആ ഒരു ബൈറ്റ് എടുത്ത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമായി. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇപ്പം മോള് ഒരു ചെക്ക് റിപ്പബ്ലിക്കിലെ ഒരു കോൺഫറൻസിൽ ഒരു പേപ്പർ നമ്മൾ 2 മാസം മുമ്പ് പ്രസൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഫുഡ് കെയർ നമുക്ക് ഫുഡ് അൾസർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നാഷണൽ ഓർ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള കെയർ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കൊടുക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ഡെഫിനറ്റ്ലി കൂടും. പക്ഷേ അത് അഫോർഡ് ചെയ്യാനൊക്കാതെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞൊരാളിനെയും വിടരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഇങ്ങനെ നോ പേഷ്യൻ്റ് ഷുഡ് ഗോ വിത്തൗട്ട് ട്രീറ്റ്മെൻറ്റ് ഫോർ ലാക്ക് ഓഫ് മണി എന്നൊരു ബോർഡ് വെച്ചാലോ എന്ന് ആലോചിച്ചു. പക്ഷേ അങ്ങനെ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറ്റില്ല. പക്ഷേ ഒരു മെക്കാനിസം ഉണ്ടാക്കി, ഞാനിപ്പോൾ സിസ്റ്റേഴ്സിനോട് അറിയാം, ഇപ്പം സീനിയർ സിസ്റ്റേഴ്സിനൊക്കെ അറിയാം, അവരെ പുഷ്പയോടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരെ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് കുറച്ച് കൊടുക്കാനുള്ള ചില മെക്കാനിസം നമുക്കുണ്ട്. നമുക്ക് സാമ്പിൾസ് കളക്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ റെൻറ്റുകൾ വേണ്ടാന്ന് നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സ് ഫീ വേണ്ടാന്ന് നോക്കാം, പിന്നെ അല്ലാതെ തന്നെ കുറച്ച് കൊടുക്കാം. ട്രസ്റ്റ് ചെയ്യുന്ന ചില പേരിലൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച്. പക്ഷേ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു മെക്കാനിസം നമുക്ക് ഉണ്ടാക്കണം. ഇനിയുള്ള അടുത്തൊരു ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതി അതാണ്. സാമ്പത്തികം ഇല്ല എന്ന് വിചാരിച്ച് ചികിത്സ ഇല്ലാതെ പോകരുത്. പലപ്പോഴും പോകുന്നുണ്ട് ഡോക്ടറെ ഇവിടെ കിടക്കുമ്പോൾ ഇത്രയ്ക്ക് അവർ റഫ്ലി ചോദിക്കാൻ പറയും. ഞാൻ അങ്ങനെ കണക്ക് പറയത്തില്ല. ചോദിച്ചു കഴിയുമ്പോൾ അപൂർവം ചിലർ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവരോട് ഞാൻ തന്നെ പറയും, അത് പേടിക്കണ്ട, അതിൻ്റെ കൊണ്ട് പോകണ്ട, കൂടെ ആരെങ്കിലും വേണമെന്ന് മാത്രമേ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു മെക്കാനിസം ഉണ്ടാക്കണമെന്നുണ്ട്. ഇതിൻ്റെ ഒരു അടുത്തൊരു സ്റ്റേജിലായിട്ടുള്ള അതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആരോഗ്യകേന്ദ്രത്തിൻ്റെ കാര്യമാണ്. ആരോഗ്യകേന്ദ്രം ഒരു ഡ്രീം പ്രോജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു വെൽനസ് സെൻറ്റർ അല്ലെങ്കിൽ ഡയബറ്റീസിന് ഇപ്പോൾ കേരളത്തിലെ ഒരു ഹെൽത്ത് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാം മനസ്സിലുള്ള കാര്യങ്ങളുമാണ്. പക്ഷേ ആ ഹെൽത്ത് സിസ്റ്റത്തിനെക്കുറിച്ച് കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ചില ഒരു വിഷനുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത്
നമ്മുടെ ഹോസ്പിറ്റലെല്ലാം തന്നെ വെദർ ഇറ്റ് ഈസ് പ്രൈവറ്റ് ഓർ ഗവൺമെൻറ് എല്ലാം തന്നെ ഒരു അക്യൂട്ട് കെയർ മോഡലാണ്. ഒരു രോഗം, പനി വന്നു, അല്ലെങ്കിൽ ഒരു ടൈഫോയിഡ് വന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് വന്നു, അല്ലെങ്കിൽ ഒരു മുറിവുണ്ടായി, അല്ലെങ്കിൽ കാലൊടിഞ്ഞു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടും. അത് ഗവൺമെൻറ് സെക്ടറിലുമുണ്ട്, മിക്കവാറും ഗവൺമെൻറ് സെക്ടറിലുമുണ്ട്, പ്രൈവറ്റ് സെക്ടറിലുമുണ്ട്, നല്ല ചികിത്സ കിട്ടും. പക്ഷേ നമ്മുടെ ഇപ്പോൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഹോസ്പിറ്റലിലും കണ്ടുകൊണ്ടിരിക്കുന്ന രോഗങ്ങളിലെ ഒരു 70% ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അതായത് ക്രോണിക് ഡിസീസാണ്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആയുഷ്കാലം രോഗിയാണ്. അപ്പോൾ ആ ഒരു ക്രോണിക് കെയർ മോഡൽ, നമ്മുടെ സിസ്റ്റം ഈസ് സ്റ്റിൽ അക്യൂട്ട് കെയർ മോഡലാണ്. അക്യൂട്ടായിട്ടുള്ള രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ പര്യാപ്തമാണ്. അത് മാറി ഒരു ക്രോണിക് കെയർ മോഡലിലോട്ട് മാറ്റണം. അപ്പം നമ്മുടെ ഈ സ്റ്റാഫിനെ, ഡോക്ടേഴ്സ് മുതൽ DHS മുതൽ താഴെ ഏറ്റവും അറ്റൻഡർ വരെയുള്ള ആൾക്കാരെ അതിന് റീഓറിയൻറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഈ ഡയബറ്റീസിനെ കുറിച്ചുള്ളൊരു സംശയം ഒരു നഴ്സസിനോട് ചോദിക്കാം, അവർക്ക് ക്ലാസ് എടുക്കണം. ഈ എല്ലാ ഹോസ്പിറ്റലിലും, പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലായാലും അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാനും അവയർനെസ് കൊടുക്കാനും ഈവൻ ഡയറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഒക്കെയുള്ളൊരു മോഡൽ, ആ ഒരു മോഡലാണ് പറഞ്ഞ പോലെ ആരോഗ്യദിനം ഉണ്ടാക്കിയത് അതിനു വേണ്ടിയാണ്. അത് ഫലപ്രദമാവണമെങ്കിൽ അതൊരു ഗവൺമെൻറ് മിഷണറിയോ അല്ലെങ്കിൽ പൊതുവിലുള്ള ആളുകൾ ശ്രദ്ധിക്കണം. ആ കാര്യത്തിലാണ് എനിക്ക് വലിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉള്ളത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഡിസപ്പോയിൻമെൻ്റ് അവിടെയാണ്. കാരണം 10-30 വർഷമായിട്ട് നമ്മൾ ചെയ്ത ആരോഗ്യകാര്യമായിട്ടും അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് കെയർ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഈവൻ നോ ഡയബറ്റീസിൻ്റെ പ്രോജക്റ്റ് ആയാലും എല്ലാ സ്കൂളുകളിലും പോയി ക്ലാസ് എടുത്തു. പക്ഷേ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഒരിക്കലും നമ്മളെപ്പോലുള്ളൊരു സ്ഥാപനത്തിന് പറ്റത്തില്ല. പക്ഷേ അപ്പോൾ ഗവൺമെൻറ് മിഷണറി അത് ആരും അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. അത് ഭാവിയിൽ അതിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം. അതാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ, പ്രത്യേകിച്ചും രാധാകൃഷ്ണൻ ഇവിടെ ഉണ്ട്, ശരിക്കും അതൊരു മുമ്പിലോട്ട് കൊണ്ടുവരേണ്ടതാണ്. ഈവൻ ഈ ഒരു 2-3 ആഴ്ചത്തെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഈ എല്ലാ നഴ്സസിനും വേണം. കാരണം നഴ്സസ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്, ഡോക്ടേഴ്സിന് വേണം. എല്ലാവർക്കും ആ ഒരു കെയറിലോട്ട് ആരോഗ്യകേന്ദ്രത്തിലും ഉദ്ദേശിക്കുന്നത് അതാണ്. ആ ഒരു മോഡൽ അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആരോഗ്യകേന്ദ്രം ഉണ്ടാക്കിയതിൻ്റെ പ്രധാന ഉദ്ദേശം. അല്ല ഒരിക്കലും ഒരു പാർക്കല്ലത്. അപ്പോൾ ഇതാണ് കൂടുതലായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ ഈ 40-ാം വർഷത്തിലെത്തി നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ സപ്പോർട്ടിൽ നിന്ന ഒരുപാട് പേരുണ്ട്. ഡോക്ടർ ജോർജ് ജോൺ, എനിക്കറിയാം, എൻ്റെ ഒരു സപ്പോർട്ട്, എൻ്റെ ഒരു എന്താ പറഞ്ഞ ഒരു മാനസികമായ സപ്പോർട്ടായിരുന്നു എന്നും. ഞങ്ങൾ രണ്ട് സ്പെഷ്യാലിറ്റിയാണ് എങ്കിൽ പോലും ഡോക്ടറോടുള്ള എന്നും ഒരു മാനസികമായ സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഡോക്ടർ കുര്യനും. എനിക്കൊന്ന് അതുപോലെ തന്നെ ഒരു റോൾ മോഡലാണ് ഡോക്ടർ കുര്യൻ. ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് സെക്ടറിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രായോഗികമാക്കാം ഒരു ഗവൺമെൻറ് സെക്ടറിൽ എന്നുള്ളത് കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് വളരെ ബഹുമാനമുണ്ട് ആ കാര്യത്തിൽ ഡോക്ടർ കുര്യനോട്. മറ്റുള്ള എൻ്റെ ധാരാളം ഡോക്ടർ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഡോക്ടർ കുര്യൻ ഈസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ, ഒരു വ്യത്യസ്തമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, അതിന് വേറൊരു അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവരും അറിയായിരിക്കും. പക്ഷേ ഡോക്ടർ കുര്യൻ്റെ ഒരു സാന്നിധ്യവും വളരെ സന്തോഷമുള്ളതായിരിക്കും. അതുപോലെ തന്നെ ഡോക്ടർ രഞ്ജന് ശരിക്കും ഞാൻ ഇപ്പോഴും എനിക്കറിയാം വന്ന പോലെ ഒരു വളരെ ഊഷ്മളമായ ഒരു ബന്ധമായിരുന്നു. ചില കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഇങ്ങോട്ടും വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളിലൊക്കെ രഞ്ജന പറഞ്ഞ അഭിപ്രായം തുറന്ന് പറയുന്ന കൂട്ടത്തിലാണ്. അതെനിക്ക് സന്തോഷമുള്ള കാര്യവുമാണ്. പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ഉണ്ടായിരുന്നു, ചില ചെറിയ കാര്യങ്ങളിലെങ്കിൽ പോലും അത് വേണ്ടത്ര ഉൾക്കൊണ്ട് എന്നെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്തതാണ് രഞ്ജന. ഇപ്പോൾ നല്ല പൊസിഷനിൽ ഇരിക്കുന്നു. ഇപ്പോൾ സർജറിയുടെ യൂണിറ്റ് ചീഫാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഡോക്ടർ ജേക്കബിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ജേക്കബിൻ്റെ ഡോക്ടറിന് പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് റിലേഷൻ എനിക്ക് ഐ കനോട്ട് ഡിഫൈൻ. കാരണം ഈ ഞാൻ ചെയ്യുന്നതിനകത്തുള്ള ഈ പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ ജേക്കബിലുണ്ട്. ഞാനെന്ത് ചിന്തിക്കുന്നു എന്നുള്ളത്, എങ്ങനെയാണ് ഒരു ഡോക്ടർ പെരുമാറേണ്ടത് എന്നുള്ളത്, ഹീ ഈസ് എ റോൾ മോഡൽ. കാരണം പേഷ്യൻറ്റിനെ എങ്ങനെയാണ് ഞാൻ തന്നെ ചില ശ്രദ്ധിക്കാത്ത പേഷ്യൻസിനെ അവരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ആ പേഷ്യൻറ്റിനെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ സാറേ അത് ഇന്ന പേഷ്യൻറ്റിനെ അത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിൽ എപ്പോഴും എനിക്കൊരു കൈത്താങ്ങാണ് ശരിക്കും ഞാൻ ഡോക്ടർ ജേക്കബ്. കുറച്ച് കാലം ഇടയ്ക്ക് വേറെ ജോലിക്ക് പോയെങ്കിൽ പോലും പിന്നീട് തിരിച്ചു വന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ആശ്വാസമാണ്. പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. കാരണം ഒരാളിനെ പറഞ്ഞ് വേറൊരാളോട് പറയാതിരിക്കുന്നത് ശരിയല്ല. ഡോക്ടർ ഷഫീഖ് ഉണ്ട്, ഡോക്ടർ വിഷ്ണു, ഡോക്ടർ ഗോകുൽ, എല്ലാവരും ഞാൻ ഓർക്കുന്ന എല്ലാവരും ഓരോരുത്തരും ശരിക്കും പറഞ്ഞാൽ വന്നതിന് ശേഷം മേ ബി ബിക്കോസ് എൻ്റെ ഐഡിയാസ് ഉൾക്കൊണ്ടുകൊണ്ടുകൂടായിരിക്കണം പൂർണ്ണമായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്.
പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. എൻ്റെ ഈ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളതിനെക്കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, ഫ്യൂച്ചർ എങ്ങനെയാണ്. ഫ്യൂച്ചർ വത്സലയുണ്ട്, പിന്നെ എൻ്റെ 2 മക്കളും മരുമക്കളുമുണ്ട്. മരുമക്കളെ ഞാൻ ശരിക്കും പറഞ്ഞാൽ മക്കളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്, വിത്ത് പെർമിഷൻ ഓഫ് ദെയർ പേരൻസ് ഹിയർ. അവരുടെ പേരൻസ് 2 പേരും ഉണ്ട് ഇവിടെ. അവരാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്യൂച്ചർ. ഞാൻ ഡോക്ടർ ശ്രീഹരിയെയും ഡോക്ടർ ശ്രീകാന്തിനെയും ഒന്ന് വിളിക്കുകയാണ് സ്റ്റേജിലോട്ട്. കാരണം ഇവരാണ് ഇതിൻ്റെ ഫ്യൂച്ചർ, ഇതിൻ്റെയും അതുപോലെ തന്നെ ആരോഗ്യദാനത്തിൻ്റെയും നിങ്ങളുടെയും ഫ്യൂച്ചർ. എനിക്ക് പറഞ്ഞാൽ ദേ ഹാവ് ദി മെറ്റൽ, അതിനുള്ള കപ്പാസിറ്റി 2 പേർക്കും ഉണ്ട്. കാരണം 10 വർഷത്തോളമായിട്ട് അവരെൻ്റെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും അവരത് ഏറ്റെടുക്കുമെന്നും ഒരു പ്രശ്നമില്ലാതെ ഇതേ വിഷനോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകുമെന്നുള്ളതും എനിക്ക് ഉറപ്പുണ്ട്. അതിന് എൻ്റെ മക്കളുടെയും സപ്പോർട്ട് അവർക്ക് കൂടെ ഉണ്ടാവും. അത് പരസ്പരം അത് സപ്പോർട്ട് ചെയ്ത് അത് മുമ്പോട്ട് കൊണ്ടുപോകും, ആ വിഷൻ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള വാക്കൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ അത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സന്തോഷം പറയുന്നത്. മറ്റൊന്നും കൂടുതലായിട്ട് പറയാനില്ല. ഇന്നിവിടെ ഭംഗിയായിട്ട്, ഞാൻ ആർക്കും താങ്ക്സ് ഒന്നും പറയുന്നില്ല. ഇത് രഹസ്യമായിട്ടാണെങ്കിലും ഭംഗിയായിട്ട് ഇത് ഓർഗനൈസ് ചെയ്തതിൽ വളരെ സന്തോഷം. അതിനുള്ള എല്ലാ ടീം ഒരു പ്രത്യേക താങ്ക്സ് പറയുകയാണ്. ഭാവിയിൽ നമുക്ക് വീണ്ടും ചില ഞാൻ പറഞ്ഞ ഒരു ഹെൽത്ത് മോഡലിനെ കുറിച്ചുള്ള ചില ഗൗരവമുള്ള ഡിസ്കഷൻസും ഒക്കെ നമുക്ക് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണം. അതിനൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണം. ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വേണം. ഞാനൊന്നും വിട്ടുപോയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയും ഉള്ളത് മുന്നോട്ടൊക്കെ പറയാം. എന്തായാലും വളരെയേറെ സന്തോഷം. ഇങ്ങനെയുള്ള ആദരവൊന്നുമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആദരിക്കാനുള്ള, ഞാൻ പറഞ്ഞില്ല, ജീവിതത്തിൽ അങ്ങനെ ഒരു ആദരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ആ ഒരു സപ്പോർട്ട് മാത്രം മതി, ആദരവൊന്നും വേണ്ട. സപ്പോർട്ടും എന്നെ മനസ്സിലാക്കാനും എൻ്റെ വിഷനെ മനസ്സിലാക്കാനുമുള്ള ആ ഒരു വലിയ മനസ്സ് നിങ്ങൾക്ക് ഉണ്ട്. അത് തുടർന്നാൽ മാത്രം മതി. ഇവിടെ റിട്ടയർ ചെയ്ത് പോയിട്ടുള്ള പലരും വന്നിട്ടുണ്ട്. ഞാൻ പേര് ഞാൻ പറയുന്നില്ല. അവർ ഓരോരുത്തരെയും കണ്ടതിൽ വളരെ സന്തോഷം. വിട്ടുപിരിഞ്ഞ ആളുകൾ, അത് ശരിക്കും പറഞ്ഞാൽ പല സാഹചര്യം ഞാൻ ആരുടെയും അതും പേര് പറയുന്നില്ല. അവരുടെ എല്ലാം സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.